ഗുഡ് മോർണിംഗ്. അങ്കമാലി ഗ്രേറ്റർ റോട്ടറിയുടെ ഒരു ഹാളാണിത്. ഇത് അങ്കമാലി ഗ്രേറ്റർ റോട്ടറി മെമ്പറായ നൈറ്റോ അരീക്കലിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ ട്രസ്റ്റ് ചെയ്ത് ഓപ്പണായിട്ട് കിടന്ന ഒരു സ്ഥലമാണ്. ഈ വർഷത്തെ പ്രസിഡൻ്റായ സതീഷ് അദ്ദേഹത്തിൻ്റെ ഇനീഷ്യേറ്റീവ് കൂടി ഓലിയാപ്പുറം ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിലുള്ള പ്രീഫാബ് ഡിവിഷനാണ് ഇങ്ങനെ ഒരു ഹാൾ ഇവിടെ നിർമ്മിച്ചത്. ശരിക്കും നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഹാൾ സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് പ്രീ ഫാബ്രിക്കേറ്റഡ് പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത്ര ഒരു മനോഹരമായിട്ടൊരു ഹാള് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുവാനും എങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് ചെയ്യുന്നത്. നമുക്ക് ഹാളിൻ്റെ അകത്തേക്ക് കയറാം. നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു പ്രീ ഫാബ്രിക്കേറ്റഡ് ഹോളാണെന്ന് തോന്നുകയില്ല. കാരണം ഇതിൻ്റെ ഓരോ ഭിത്തികൾ കാണുമ്പോഴും ഇത് പെയിന്റ് അടിച്ച് മനോഹരമാക്കിയതുകൊണ്ട് സോളിഡ് ഭിത്തി പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഭിത്തി പറയുന്നത് ഒരു സാൻഡ്വിച്ച് പാനൽസ്, 2 ഇഞ്ച് തിക്നെസ് ഉള്ള GI ഷീറ്റിൽ ഒരു തെർമോക്കോൾ ഫിക്സ് ചെയ്തിട്ടുള്ള പാനൽസ് ആണ് ഇതിൻ്റെ ഭിത്തിക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് തെർമോക്കോൾ അല്ലെങ്കിൽ PU പാനൽസ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ 3rd ഫ്ലോറിലേക്കൊക്കെ ചെല്ലുമ്പോൾ ചൂട് അധികം വരും. അപ്പം നമുക്ക് ആ ചൂടിന് റെസിസ്റ്റ് ചെയ്യാനും അതുപോലെ സൗണ്ട് പുറത്തേക്ക് പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു പാനൽ വെച്ചിട്ട് ഇതിൻ്റെ ഭിത്തി ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു ക്ലബ് എന്നുള്ള രീതിയിൽ വരുമ്പോൾ പലപ്പോഴും നമുക്ക് സൗണ്ടും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു പ്രിക്കോഷനും കൂടി ഈ ഒരു വാൾ കൺസ്ട്രക്ഷനിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. സീലിംഗിലേക്ക് നോക്കിയാൽ ഒരു ട്രസ് ഏരിയ നമുക്കറിയാം. ട്രസ് ആകുമ്പോൾ അതിൻ്റെ ഹൈറ്റ്, സെൻട്രൽ ഹൈറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഭിത്തികളോ പാർട്ടീഷൻസ് എല്ലാം ഒരു ഹൈറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സീലിംഗ് കൊടുക്കുന്നത്. ഈ സീലിങ്ങിൻ്റെ മുകളിൽ നമ്മൾ ഹീറ്റ് ഷീൽഡ് അല്ലെങ്കിൽ ചൂട് കുറയ്ക്കാൻ പറ്റുന്ന അലൂമിനിയം ഫോയിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ GI ഷീറ്റിൽ നിന്ന് വരുന്ന ചൂട് അത് റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഹോളിൽ AC ഇടുമ്പോൾ കറണ്ട് കൺസപ്ഷൻ കുറവായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്പേസ് സീലിംഗ് കൊടുക്കുന്നതിന് കുറഞ്ഞു കിട്ടുന്നതുകൊണ്ട് പെട്ടെന്ന് റൂം കൂളാകുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് TKG പാനൽ എന്ന് പറയും. PVC തന്നെ കുറച്ചും കൂടി ഡെൻസിറ്റി കൂടിയതും കുറച്ചും കൂടി തിക്നെസ് കൂടിയ ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ വുഡൻ ഡിസൈൻസ് പല പല കളറിൽ നമുക്ക് അവൈലബിൾ ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ സീലിംഗ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം കൺസീൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹോളിന് മനോഹരമാക്കിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു ബീഡിംഗ് ആണ്. ഈ ബീഡിംഗ് ഈ പാനൽസ് വയ്ക്കുമ്പോൾ നമുക്ക് ജോയിനിങ് ഭാഗത്താണ് ഇത് വരുന്നിരിക്കുന്നത്. ഇത് ചാർക്കോൾ ബോർഡ്, ഗ്ലോ എന്ന കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ്. ഇത് ചാർക്കോൾ പാനലാണ്. ഈ പാനൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ബീഡിംഗ് കൊടുത്തിരിക്കുന്നത്. ഇത് 2x8 സൈസിൽ വരുന്നു. അതുപോലെ ഇത് 8x4 സൈസിലാണ് വരുന്നത്. ഈ ഷീറ്റുകൾ കൊണ്ടാണ് ഇതിന്റെ പാനലിംഗ് ഭാഗങ്ങൾ ഭംഗിയാക്കിയത്. ഇനി വിൻഡോ കവറിംഗിലേക്ക് പോയാൽ ഈ ഒരു കാണുന്ന വിൻഡോ സീബ്ര ലൈൻസ് എന്ന് പറയും. ഇത് നമുക്ക് ഏറ്റവും ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ചെറിയൊരു ടിൽറ്റിംഗ് കൊണ്ട് നമുക്കിത് സൺലൈറ്റ് അകത്തേക്ക് കിടത്തിടാൻ സാധിക്കും. ഒരു സൺലൈറ്റ് കിടത്തുന്ന വരുന്ന പോർഷനാണ് ഇത് ക്ലോസ് ചെയ്യാൻ സാധിക്കും. ആ ഇന്റീരിയർ ഡിവിഷനിലാണ് ഞങ്ങൾ ഇതിന്റെ കബോർഡ്സും ടേബിള്, പോഡിയംസ് അങ്ങനെയെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു MDF ലാമിനേറ്റ് MDF ആണ് ഒരു എക്സ്പാൻഡ് ചെയ്തിട്ടാണ് ഈ ടേബിൾസും എല്ലാം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ കോവിഡ് സിറ്റുവേഷനിൽ ഇത്രയും പ്രോബ്ലംസ് ഉള്ള സമയത്ത് നമുക്ക് നമ്മുടെ തന്നെ ഏതെങ്കിലും സ്പേസുകൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഒരു 1000 റുപ്പീസിന് നമുക്കത് ചെയ്യാൻ സാധിക്കും. പലപ്പോഴും നമ്മളുടെ ഒരു 10, 60, 70 മെമ്പേഴ്സുള്ള ക്ലബ്ബുകൾക്ക് ഇങ്ങനെയുള്ള ചെറിയ ഏരിയാസ് ഡെവലപ്പ് ചെയ്തിട്ട് അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെയുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സിനെ കുറിച്ചുള്ള വീഡിയോസ് ഞങ്ങൾ ചെയ്യുന്ന പ്രോഡക്ട്സ് ഞങ്ങൾ തരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ ഓലിയാപ്പുറം ഗ്രൂപ്പിൻ്റെ ഓഫീസ് അങ്കമാലിലുണ്ട്. ഞങ്ങളുടെ പ്രീഫാബ് സെക്ഷൻ കോതമംഗലമാണ്. സോ അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് സംശയങ്ങൾക്കും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് സൈജൻ കുര്യാക്കോസ്. ഞാനാണ് ഈ ഓലിയാപ്പുറം ഗ്രൂപ്പിൻ്റെ ഡയറക്ടർ. സോ ഇൻ കേസ് എന്ത് ഡൗട്ട്സും അല്ലെങ്കിൽ പ്രോഡക്റ്റുമായിട്ട് ഡീറ്റെയിൽസും ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.